പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന സാരി ഞാൻ കുറച്ച് വർഷം മുമ്പ് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിലുള്ള ഈ എംബ്രോയിഡറി വർക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നിഷാനാസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് റിബൺ എംബ്രോയിഡറി വർക്കാണ്. ഇതിൻ്റെ മുന്താണിയിൽ രണ്ടും ഈ ഡിസൈൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇടയിലായിട്ട് അതുപോലെ ചെറിയ ഫ്ലവേഴ്സും ബീഡ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്നത് റിബൺ എംബ്രോയിഡറി വർക്കാണ്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അതിന് ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ റിബൺ എംബ്രോയിഡറിയും ചെറിയ ചെറിയ ബീഡും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ മുന്താണിയിൽ ചെയ്തിരിക്കുന്ന ഈ റിബൺ എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ റിബൺ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഡിസൈൻ തുണിയിൽ വരച്ചിട്ട് എംബ്രോയിഡറി റിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ റിബണാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് 3 മില്ലിമീറ്റർ വിഡ്ത്താണ് വരുന്നത്. നമ്മൾ എംബ്രോയിഡറി മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ ഇത് കിട്ടും. ഇതിൻ്റെ ബ്ലൂ കളറും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റിബൺ എംബ്രോയിഡറി ചെയ്യാൻ എപ്പോഴും കുറച്ച് കണ്ണകിലുള്ള സൂചി വേണം എടുക്കാൻ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പേൾസാണ്, വൈറ്റ് കളർ പേൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഈ റിബണിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്താൽ നമുക്കത് എളുപ്പത്തിൽ സൂചിയിലേക്ക് കോർക്കാൻ പറ്റും. നമ്മൾ എംബ്രോയിഡറി ത്രെഡ് വെച്ച് എംബ്രോയിഡറി ചെയ്യുന്ന പോലെ തന്നെയാണ്. റിബണാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഈ റിബണിൻ്റെ മറ്റേ അറ്റത്ത് നമുക്കിങ്ങനെ ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് എംബ്രോയിഡറി ചെയ്ത് തുടങ്ങാം. ഇതിനകത്ത് ഞാൻ 2 ടൈപ്പ് ഫ്ലവറാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് വോവൺ റോസാണ്. അപ്പോൾ ഈ വോവൺ റോസിൻ്റെ റിബൺ എംബ്രോയിഡറിയും അതുപോലെ സാധാ ത്രെഡ് വെച്ച് ചെയ്യുന്നതും രണ്ടും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വോവൺ റോസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സർക്കിളിൻ്റെ ഉള്ളിൽ ലൈൻസ് വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ സംഖ്യയിലുള്ള ലൈൻസാണ് വേണ്ടത് വോവൺ റോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതിൽ 5 ലൈൻസാണ് വരച്ചിട്ടുള്ളത്. റിബൺ വെച്ച് ചെയ്യുമ്പം കുറച്ച് പതുക്കെ സൂചി ഒന്ന് തിരിച്ചിട്ട് താഴത്തോട്ടും മുകളിലോട്ടും വലിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ തുണിയിൽ അധികം ഡാമേജ് ഒന്നും വരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ 5 ലൈൻസും തുന്നിയതിന് ശേഷം 2 ലൈനിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലേക്ക് കൂടി ആദ്യം ഇതുപോലെ സൂചി ഒന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ഓരോ ലൈൻ വിട്ടിട്ട് ഓരോന്നിൻ്റെ അടിയിലേക്കൂടെ ഇതുപോലെ എടുക്കണം. കണ്ടില്ലേ, ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിലേക്ക് കൂടെ എടുക്കണം. വീണ്ടും ഒരു ലൈൻ വിടുക, അടുത്ത ലൈനിലേക്ക് കൂടെ എടുക്കുക. ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരണം. ഇത് കംപ്ലീറ്റ് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴത്തേക്കൂടെ കുത്തിയെടുത്തിട്ട് ഒന്നുകിൽ അടുത്ത ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫ്ലവറിൽ നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ ഇത് താഴേന്ന് കെട്ടിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെക്സ്റ്റ് ഫ്ലവറാണ് ചെയ്യുന്നത്. അത് ലേസി ഡേസി ഫ്ലവറാണ് ചെയ്യുന്നത്. ഈ ലേസി ഡേസി ഫ്ലവർ ചെയ്യുന്നത് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ത്രെഡ് കൊണ്ട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ്, റിബൺ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ.
ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവറും തുന്നിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ എങ്ങനെയാണ് കെട്ടിടുന്നതും കൂടി കാണിക്കുന്നുണ്ട്. ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് കെട്ടിട്ടാൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഗ്രീൻ കളർ എംബ്രോയ്ഡറി റിബൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പം ഈ 3 സ്റ്റെം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ബ്ലൂ റിബൺ കൊടുത്തിട്ട് ഞാനിവിടെ ലീഫും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ സ്റ്റെമ്മിൽ. ഇതുപോലെ ആ സ്റ്റെമ്മിൽ മുഴുവൻ ലീഫും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെമ്മിൽ ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ടും ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇവിടെ ലീഫിന് പകരം ഞാൻ ഇതുപോലെ ഫുള്ള് ഫ്രഞ്ച് നോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ആ സ്റ്റെമ്മിൽ മുഴുവൻ ഞാൻ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡിൽ വരച്ചിരിക്കുന്ന ചെറിയ ലീവ്സ് ഇല്ലേ, അത് ഈ ഗ്രീൻ റിബൺ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ലീഫ് ചെയ്യുന്നതിന് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇപ്പം ലീഫും സ്റ്റെമ്മും ഫ്ലവറും എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചെയ്തതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ഭാഗത്ത് ഇതുപോലത്തെ പേൾസ് വെച്ചിട്ട് ചെറിയ ഫ്ലവർ ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.